തെണ്ടി നീ. ആ അയാൾ നമ്മളെ ഇൻസൾട്ട് ചെയ്തെന്നാ. അസന്നല്ലേ പറയണേ? ഈ അസെന്ന് പറഞ്ഞ ചന്തീന്ന് അർത്ഥം. ഓക്കെ, കുഴപ്പമുണ്ടോ? ഇല്ല എന്നെ ഒരു കുഴപ്പമില്ല. നിന്റെ ചുണ്ടെന്താടി ചുമന്നിരിക്കുന്നേ? അത് നമ്മൾ ഞാവൽപ്പഴം കഴിച്ചത്. നമ്മൾ എത്ര ട്രൈ ചെയ്തിട്ട് നമ്മൾ ഈ സൂപ്പർ ഗേൾസിനെ അങ്ങോട്ട് വൈറലാക്കാൻ പറ്റുന്നില്ലല്ലോ. എന്റെ അമ്മ, ഇത് ആര്? സൂപ്പർ ഗേൾസാ? അതെടാ, ഞങ്ങൾ സൂപ്പർ ഗേൾസാ. നിനക്കൊക്കെ എന്താ? അറിയാ അവിടെ ഒരാള് നിനക്കുള്ള ശവക്കുഴി വെട്ടിക്കൊണ്ടിരിക്കുക. ചെന്ന് നോക്ക്. ഇവളുമാരെ ഇനി എന്ത് ചെയ്യും? എനിക്കറിയത്തില്ല. പിള്ളേരെ ആരുടെങ്കിലും കൂടെ കെട്ടിച്ചു വിടും, നല്ല പയ്യന്മാരെ നോക്കിയിട്ട്. അച്ഛന്റെ മോള് എന്തെങ്കിലും തെറ്റ് ചെയ്ത് അച്ഛന് തോന്നുന്നുണ്ടോ? അമ്മ എന്ത് പറഞ്ഞാലും അച്ഛൻ എന്നെ വിശ്വസിക്കാൻ പാടുള്ളൂ. അമ്മ വിശ്വസിക്കരുത്. അവിടെ പോയോ? മതി നോക്ക്, ഈ ഫോട്ടോയെ കാണാൻ നോക്ക്. അതുപോലെ കീറണം. കറക്റ്റ് ആണെന്ന് തോന്നുന്നു. കണ്ടോ? എടി, ഇതൊക്കെ വെട്ടി നല്ല ഭംഗിയിലാക്കിട്ട് നമുക്ക് പാകാവോ? അതൊക്കെ ആക്കാം. ദാ മതി, ഇനി ഇത് ചെയ്. എവിടെ നിന്ന് ഒപ്പിച്ചെടി? എടി, എനിക്ക് കിട്ടിയതല്ല, ഇന്നലെ അച്ഛൻ ആരാ കൊടുത്തതാ. അച്ഛൻ എന്തിനാ പൈസ കാത്ത ജീൻസ് ഒക്കെ, അതുകൊണ്ട് ഞാനിങ്ങ് പൊക്കി. നാളെ നമുക്ക് കിട്ടണ്ടോയല്ലോ. അതിനല്ലേ ഞാനിത് തൂക്കിയത്. എന്തായാലും വീട്ടുകാരോ വാങ്ങിച്ചു തരാൻ പോകുന്നില്ല. ഇന്നലാണെങ്കിൽ മായമ്മ ഒടുക്കത്തെ പരിശോധനയായിരുന്നു. ബാഗ് പൊക്കി നോക്കുന്നു, ഉടുപ്പ് പൊക്കി നോക്കുന്നു. എന്തോ നീ കാണിക്കുന്നേ? നിന്റെ കഴുത്ത് നീ പിന്നെ വെട്ടിയോടി? കഴുത്തല്ലേ, തലയെ ഞാൻ വിട്ടാൻ പോകുന്നത്. അമ്മ അത്ര കയറി പോയേ. ഇവിടെ പാഷം വേണ്ടൊന്നും വേണ്ട, മര്യാദയ്ക്ക് പോയി പഠിച്ചിട്ട് വന്നോണം. ഇല്ലെങ്കിൽ നിന്നെ ഉടനെ കെട്ടിച്ചു വിടും. ഈ ഡ്രസ്സിന് എന്തോന്നാ കുഴപ്പം? ഇതിൽ എന്തോന്ന് വാശി ഇരിക്കുന്നതിന്? വെയിലത്തും ചൂടത്തോ പോകുന്നത്, അതുകൊണ്ട് കുറച്ചെങ്കിലും കാറ്റ് കയറണ്ടേ? എന്നാലേ മദാമ്മമാരെ പോലെ നിക്കറും പെണ്ണിനിട്ട് നടക്കും. ചിലപ്പോ ഞാൻ എന്താ അടിക്കാൻ നേരെ പോയിട്ട് വന്നോളാമേ. എടി, ഓരോ ദിവസം തോറും ജീവിതം ഭയങ്കര ഡാർക്കായി മാറിക്കൊണ്ടിരിക്കുവാ. എന്തെങ്കിലും ഈ പ്രശ്നം ഉണ്ടായാലും കെട്ടിച്ചു വിടുമെന്നാണ് മായമ്മ പറഞ്ഞേക്കണേ. അയ്യോ, നമുക്ക് കാര്യം ചെയ്തല്ല, നമുക്ക് രണ്ടു കൂടെ അങ്ങോട്ട് ഒളിച്ചുകൂടിയല്ല. ഇങ്ങോട്ട് അതൊന്നും ഇപ്പൊ എനിക്കറിയത്തില്ല. ആരെങ്കിലും പരിചയം ഉണ്ടോ അതിന്? ആദ്യമേ എന്തെങ്കിലും റീൽസ് ഒക്കെ ഇട്ട് 10 പേരുമായിട്ടുള്ള ഒരു പരിചയം ഉണ്ടാക്കുക. ഞാൻ അങ്ങോട്ട് പറയാൻ വരുമായിരുന്നു. അതിന് നല്ല ഫോൺ വേണം. ശരിയാ, നല്ല നല്ല അങ്ങനെ എടുത്തിരിക്കണ ഒരു ഫോൺ. നല്ലൊരു മായമ്മ കിടന്ന് വിളിക്കുന്നുണ്ട്. ഞാൻ പോകുന്നു. ഇതെല്ലാം സൂക്ഷിച്ചു വെച്ചോട്ടോ. എടി, ഇന്നൊരു ദിവസത്തേക്ക് ഫോൺ ഞാൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇപ്പൊ എന്ത് കാണാൻ നീ കൊണ്ടു? ശരി, അപ്പൊ നാളെ കാണാമേ. തെറ്റ അതെ, ആ പലിശ കാശ് കൊടുക്കാറായേ. ജോ ഇന്ന് വരും. പേഴ്സിലുണ്ട്, എടുത്ത് കൊടുക്ക്. മോനോ, നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യമേ ഞാൻ അച്ഛനെ വിളിച്ച് സംസാരിച്ചായിരുന്നു. ഏത് കാര്യം? നമ്മൾ മക്കളെ കാര്യമേ അത്ര പെട്ടെന്ന് പറഞ്ഞു. അതെ, അച്ഛന് സംസാരിച്ചാ? അച്ഛന് സംസാരിച്ചു. എന്നാ പിന്നെ നമുക്കൊന്ന് പോയി അന്വേഷിക്കണ്ടേ? പിള്ളേരെ കൊണ്ടാക്കുമ്പോ നമ്മളൊന്ന് അന്വേഷിക്കണം. നല്ലതല്ലേ? നാളെ പോവാം. നാളെ എനിക്ക് ജോലി വന്നു, മറ്റന്നാ പോവാം. നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിച്ചാ മതിയോ? അതെ, പിന്നെ ആര് തീരുമാനിക്കണം? നിന്റെയൊക്കെ തോന്നിയ ദിവസം കാരണം വെളിയിറങ്ങി നടക്കാൻ വയ്യ. അതിന് മാത്രം ഇവിടെ ഇപ്പൊ എന്തുണ്ടായമ്മ? ആ ചെറുക്കന്മാരെ ഞങ്ങളുടെ ഓരോന്നും ചോദിച്ചോണ്ട് വന്നോണ്ടല്ലോ ഞങ്ങൾ തിരിച്ചു പറഞ്ഞത്. നാട്ടിൽ വേറെ ഒരുപാട് പെമ്പിള്ളേരുണ്ടല്ലോ. അവിടെ എന്ന് ചെറുക്കന്മാര് പോയി പ്രശ്നം ഉണ്ടാക്കുന്നില്ലല്ലോ. ഇവിടെ മാത്രമല്ലേ ഉള്ളൂ. അത് ഞങ്ങൾക്ക് എങ്ങനെ അറിയാനാ? അച്ഛ ഒന്ന് പറ അച്ഛാ. മക്കളെ, നിങ്ങൾ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ പറയുന്നത്? അച്ഛാ, നോക്കിയേ, നമ്മുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണെങ്കിൽ ആദ്യം നമ്മൾ പറഞ്ഞ കേൾക്കണം. അല്ലാതെ ഈ അമ്മമാർ എന്തെങ്കിലും പറഞ്ഞു കേട്ടാൽ അതിനെതിരെ തുള്ളാൻ നിൽക്കരുത്. നമുക്ക് നമ്മുടെ കുറെ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ നമുക്ക് എത്തിച്ചേർത്തേ പറ്റൂ. നിന്റെ ലക്ഷ്യം എന്തായാലും നടക്കാൻ പോകുന്നില്ല. എന്റെ അമ്മയുടെ കാര്യം നോക്കി അകത്താണ് അങ്ങനെ കയറി പോയേ. അങ്ങനെ അമ്മ പോകുന്നില്ല, അമ്മയ്ക്കും കുറച്ച് പറയാനുണ്ട്. മായമ്മ, നീ ഒന്ന് മിണ്ടാതിരി. മക്കള് പറയട്ടെ. മക്കള് പറ. കൊച്ചാ, ഞങ്ങൾക്ക് BSc നഴ്സിംഗ് ചെയ്യണം. അതല്ലേ ഇപ്പൊ നിങ്ങൾ ചെയ്തോണ്ടിരിക്കണേ? എന്റെ അച്ഛൻ, ഞങ്ങളിപ്പോ ചെയ്യുന്ന ഡിപ്ലോമ കോഴ്സ് അല്ലേ, അതൊരു വർഷത്തെ കാര്യമുള്ളൂ. അത് ചെയ്താൽ തന്നെ ഇവിടെ വല്ല ക്ലിനിക്കിലൊക്കെ ഞങ്ങൾക്ക് ജോലി കിട്ടത്തുള്ളൂ. ഞങ്ങൾക്ക് ലണ്ടൻ, ഓസ്ട്രേലിയ, അമേരിക്ക, ദുബായ് ഇവിടൊക്കെ പോയി വർക്ക് ചെയ്യണം. 10ാം ക്ലാസ്സിലും +2-ലും തോറ്റ് തുന്നം പാടിയിട്ട് 2 പ്രാവശ്യം എഴുതിയിട്ടാണ് വല്ലവിധേനെ ഇവളുമാരൊന്ന് ജയിച്ചു കിട്ടിയത്. അതിന് ഞാൻ നേരത്തെ അമ്പലങ്ങളും ഇല്ല. അവക്കൊക്കെയാണ് ജർമ്മനി, കാനഡ. ഇപ്പൊ തന്നെ കൊണ്ടുപോയിരുന്നോ രണ്ടെണ്ണത്തിനെയും? ഇവൾമാരുടെ വട്ടത്തരത്തിന് കൂട്ടു നിൽക്കാതെ എത്രയും പെട്ടെന്ന് കെട്ടിച്ചു വിട്ടോണം. അങ്ങനെ ഞങ്ങളുടെ സമ്മതം, ഞങ്ങളുടെ കല്യാണം നടത്താൻ ഞങ്ങൾക്ക് ഒന്ന് കാണണമല്ലോ, അല്ലേടി?
ആടി അതെ നിങ്ങൾ പഠിക്കാൻ പോയല്ലേ മക്കളെ? പോയി പഠിക്കാൻ പോയി. പോട്ടെ പോ മകളെ പോയിട്ടോ. മകള് ഞാൻ അച്ഛൻ പറഞ്ഞോളൂ പോയി. അതെ, ഇതൊക്കെ ഒരു ന്യായത്തിൽ പറഞ്ഞ് വേണ്ടേ സമ്മതിപ്പിക്കാൻ? ന്യായത്തിൽ പറഞ്ഞ് ശരിയാക്കിയാ മതി. എടി എന്റെ പാന്റിന്റെ ഭയങ്കര ലൂസ്, നിനക്കുണ്ടോ? വലിയ സീനില്ല. പക്ഷെ എനിക്ക് നല്ല സീനുണ്ട്. ഇത്ര ചേട്ടാ ഇപ്പൊ ഊരി പോവല്ലോ. എടി ഒരു കറുത്ത ചരട് അങ്ങനെ ഉണ്ടെങ്കിൽ കെട്ടിയെങ്കിലും വെക്കായിരുന്നു. കേബിള് വയറാത്. ഇത് മതിയാ? ഒരു ആളും കാണുന്നുണ്ടോ നോക്ക്. ഓക്കെ അല്ലേ? നീ ഓക്കെ അല്ലേ? ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറയുന്നത്, പിള്ളേരെ പഠിപ്പിച്ച് വലിയ കളക്ടറാക്കാനും നിൽക്കണ്ട, കെട്ടിച്ചു വിടാൻ. അതുപോലെ ഞാൻ പറഞ്ഞാൽ കേൾക്കൂലോ, ഞാൻ മണ്ടിയാണല്ലോ. അയ്യോ ഒന്ന് നിർത്തില്ലേ? നിർത്തില്ലതേ ഏത് സമയം ഇത് തന്നെ. എന്താ പ്രശ്നം? എന്താ കാര്യം? നിനക്കും അറിയത്തില്ലേ? എന്താ മാമ കാര്യം എന്താന്ന് പറ. കാര്യം നിനക്ക് അറിഞ്ഞൂടല്ലേ? നീയൊക്കെ പഠിക്കാനാണ് അതെ ഗുണ്ടായസിനാണ് പോകുന്നത്? പഠിക്കാൻ അവൻ മറിച്ചിട്ടില്ലാത്ത കാര്യം പറ. മോളെ, നിങ്ങൾ ഈ രാഷ്ട്രീയക്കാരെ ഫ്ലെക്സ് ഒക്കെ വലിച്ചു കയറിയ അതൊക്കെ തെറ്റല്ലേന്ന്? നിങ്ങൾ എന്തിനാണ് ഈ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പോണത്? അയ്യോ പൊടി കുഞ്ഞല്ലേ, എടുത്ത് ഒക്കത്ത് വെച്ച് താരാട്ട് പാട്. ഇങ്ങനെയാണോ ചോദിക്കുന്നത്? മര്യാദ അങ്ങോട്ട് ചോദിക്കേ. ഞങ്ങൾ ആരെയും ഫ്ലക്സ് ഒന്നും എടുത്തിട്ടില്ല. അതെ, ഞങ്ങൾ ആരുടെ ഫ്ലെക്സ് ഒന്നും എടുത്തിട്ടില്ല. വെറുതെ കള്ളം പറയണ്ട. നിങ്ങൾ ഫ്ലെക്സ് ചെയ്യുന്ന വീഡിയോ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് എന്താ ഞങ്ങളുടെ നേതാവിനോട് ഇത്ര പക? ആരെ കൊട്ടേഷൻ ഇത്? സഹോദര, പിള്ളേരല്ലേ, അറിയാതെ പറ്റിപ്പോയതാ. ഇനി ഇത് ആവർത്തിക്കരുത്, മനസ്സിലായോ? വാടാ. പിള്ളേരെ കൊഞ്ചിച്ച് വഷളാക്കിയപ്പോ നിങ്ങൾക്ക് സമാധാനമായില്ലല്ലേ? നാട്ടുകാർ വീട്ടിൽ കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കി തുടങ്ങി. നീയൊക്കെ പോയപ്പോഴെ ഡ്രസ്സല്ല ഫോട്ടോയില് എവിടെ ഡ്രസ്സൊക്കെ? എന്റെ പൊന്നു മായമേ, ഇവിടുമാരി ഇവിടുന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ അവർ തോന്നിയാസാണ് കാണിക്കുന്നത്. ബുക്ക് നോക്കട്ടെ. കണ്ട അവളെ ബുക്ക് കണ്ട അവളുടെ കണ്ട ഇവിടെ ബാഗിലും കാണും ഇതൊക്കെ. പിടിയടി, ഇതാണ് മദാമ്മമാരെ വേഷം. പഠിക്കാനെന്ന് പറഞ്ഞ് ഇതും കൊണ്ട് വെളിയിൽ പോയിട്ട് റോഡിൽ എവിടെ നിന്ന് ഓണം കെട്ടോളുമാരി. അയ്യോ, നമ്മൾ റോഡിൽ നിന്നല്ല മാറുന്നു, അപ്പുറത്തെ പെട്രോൾ പമ്പിൽ ബാത്റൂമിൽ നിന്ന് മാറിയിട്ടല്ലേ പോകുന്നത്. സത്യം പറഞ്ഞു കൊടുക്കാൻ കൊണ്ട് എന്തോന്നാണ് മക്കളെ നിങ്ങൾ ഈ കാണിക്കുന്നത്? അച്ഛൻ തന്നെ പറ, ഇവിടെ ഞങ്ങൾ ഇതൊക്കെ ഇടാൻ സമ്മതിക്കോ? അതുകൊണ്ടല്ലേ ഞങ്ങൾ പുറത്തിറങ്ങിട്ട് ഇതൊക്കെ ഇടുന്നത്. ഇവർക്ക് ഒട്ടും ഫാഷൻ സെൻസ് ഇല്ല അങ്ങളെ. അങ്കിള് ഇന്നലെ വരെ മാമാന്ന് വിളിച്ചോണ്ടിരുന്നവള് അവിടെ ഒരു ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ നിങ്ങൾ ഇതിനൊരു തീരുമാനം എടുക്കണോ? ഞാൻ തീരുമാനിക്കണോ? അച്ഛനെ വിളിക്കണോ ബ്രോക്കറെ വിളിക്കണോ?
എടി വേഗം ഇറങ്ങി വാ, നമുക്ക് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാം. എടി ജീൻസും ടോപ്പ് ഇടാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഈ സ്ഥലത്ത് നിന്നിട്ട് നമുക്ക് എന്ത് കാര്യം? ഇവിടുന്ന് രക്ഷപ്പെട്ടാ നോക്ക അതൊക്കെ എന്താ പറയാ, കമ്മൗട്ട് ഇമ്മീഡിയറ്റ്ലി. വേഗം വാ. എടി നീ എന്തോ നീ സമയമില്ലാത്ത സമയത്ത് ആലോചിച്ചോണ്ട് നിൽക്കുന്നത്? നീ നോക്ക്, ഇവിടെ നിന്ന് കെട്ട് പൊട്ടോ കുട്ടി. ഇത് വേണം നിനക്ക്. എടി 2 മിനിറ്റ് വെയിറ്റ്, ഞാൻ ഡ്രസ്സ് മാറ്റി. എടി എന്റെ കുഞ്ഞമ്മയുടെ മോടെ നൂല് കിട്ടുമ്പോൾ നമ്മൾ പോകുന്നത്. വിളിച്ചോടുക, പെട്ടെന്ന് വാ. ഐ എം വെയിറ്റ് ഔട്ട് ഹൗസ്. ഓക്കെ ഓക്കെ, യു വെയിറ്റ് ഔട്ട് ഹൗസ്, ഐ കമ്മിങ് സൂൺ. ഓക്കെ ഓക്കെ, ബൈ ബൈ. ഓ ഇവിടെ നാട്ടുകാരെ അറിയിക്കും. എന്റെ പ്രിയപ്പെട്ട വീടെ ടാറ്റ. വിധി ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. നിനക്കും ടാറ്റ. ഓസ്ട്രേലിയ, ജർമ്മനി, ലണ്ടൻ, കാനഡ. ഓക്കെ കട്ട്. ആക്ഷൻ. കണ്ടു, ഇത് സൂക്ഷിച്ചു നോക്കുന്നു. നമുക്ക് ഇവിടെ നിന്നാ കെട്ട് പൊട്ടു കുട്ടി. വേണ്ട, എനിക്ക് ചെയ്യാം. കിട്ടി നിന്റെ കുഞ്ഞുമ്മടെ മോടെ 28 പോകുന്നത്. ഈ ഡ്രസ്സൊക്കെ ധാരാളം. വേഗം ഇറങ്ങി ഔട്ട് കമ്മൗട്ട്. അതോടെ പോയി കെട്ടു പൊട്ടു കുട്ടി.